വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി കേക്കിൻ്റെ റെസിപ്പീസ് ഒന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ വരാമെന്ന്. പിന്നെ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു റെസിപ്പിയും ചെയ്തിട്ടുള്ളത്. നമ്മൾ കുക്കറിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. 1/2 കിലോ വെയിറ്റ് വരുന്ന ബ്ലൂ വെൽവെറ്റിൻ്റെ കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ കടയിൽ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വേറൊരു വേർഷനാണിത്. നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ആദ്യം തന്നെ നമുക്ക് 2 കോഴിമുട്ട മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മുട്ട എടുത്ത് ഉപയോഗിക്കരുത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 125 ml കപ്പാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് പാല് കൂടെ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. 1/2 ടീസ്പൂണ് വിനാഗിരി ചേർക്കുക. 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് വാനില എസൻസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണിത്, ബ്ലൂ കളറാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റോയൽ ബ്ലൂ ജെൽ കളറാണ്. ജെൽ കളറാണ് എപ്പോഴും വെൽവെറ്റ് കേക്കുകൾ ഉണ്ടാക്കുമ്പം ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു കളർ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണ് മുതൽ 1/2 ടീസ്പൂണ് വരെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന രീതിയിൽ മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കളറിനനുസരിച്ച് നിങ്ങളെ ഫുഡ് കളർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. 2 നുള്ളു ഉപ്പ്. അതുപോലെ തന്നെ വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു 2-3 തവണയെങ്കിലും ഈ ഒരു കൂട്ട് അരിച്ചെടുക്കണം. അപ്പം നമുക്ക് നല്ല ലൈറ്റായിട്ടുള്ള കേക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വയേർഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. അതുപോലെ ഒരുപാട് ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യരുത്. ഞാനിപ്പം വീഡിയോ ഫാസ്റ്റായിട്ട് ഓടിച്ചുകൊണ്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇതുപോലെ ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യരുത്. നിങ്ങൾ സ്ലോ ആയിട്ട് തന്നെ മിക്സ് ചെയ്യുക. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജെൽ ഫുഡ് കളർ, ആ കളർ തന്നെ യൂസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെ ഡീപ്പായിട്ടുള്ള ബ്ലൂ കളർ കിട്ടുള്ളൂ. ഞാൻ 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് അലൂമിനിയം കുക്കറാണ്. സ്റ്റീൽ കുക്കറാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുക്കറിൻ്റെ അടിഭാഗത്തും സൈഡിലും ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊന്നും അടിയിൽ പിടിക്കില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ടും ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ബാറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് റൈസായി വന്നിട്ടുണ്ട്. കാരണം നമ്മളതിൽ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ മിൽക്കിന് പകരം നമ്മൾ പാലും വിനാഗിരിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ആ വിനാഗിരി ബേക്കിംഗ് പൗഡറുമായിട്ട് മിക്സായിട്ട് ഓൾറെഡി അതൊന്ന് ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുക്കറിൻ്റെ മൂടി കൊണ്ട് അടയ്ക്കുക. വിസിൽ ഊരി വെക്കണം. അതായത് കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പഴയ പാനോ മൂടിയോ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുക്കർ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആദ്യത്തെ 1 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല ചെറുതാക്കിയിട്ട് വെക്കുക. നോബ് താഴോട്ടേക്ക് തിരിച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. കേക്ക് ബേക്കായി കഴിഞ്ഞാൽ നല്ലൊരു മണവും വരും. അതുപോലെ നമ്മൾ വെയിറ്റ് ഇടുന്ന ആ ഒരു ഹോളിലൂടെ നന്നായിട്ട് ആവിയും പുറത്തേക്ക് വരും. ആ സമയത്ത് മാത്രം കുക്കർ തുറന്ന് നോക്കുക. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്കിത് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം മാത്രമേ കുക്കറിന് പുറത്തെടുക്കാൻ പാടുള്ളൂ. കേക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒരു സ്പാച്ചിലയോ കത്തിയോ ഒന്ന് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കറിന് മറിച്ച് കഴിഞ്ഞാൽ തന്നെ എളുപ്പം കേക്ക് പുറത്തേക്ക് വരും. നമ്മൾ ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ വിരിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് പുറത്തേക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ എടുത്ത് കളയാം. കേക്കൊക്കെ നല്ല അസലായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്കിനെ ലെയറുകളായിട്ട് കട്ട് ചെയ്യാം. ആദ്യം തന്നെ മുകളിൽ ആ പൊങ്ങിയ പോർഷനില്ലേ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം.
എന്നിട്ട് ബാക്കി വരുന്ന കേക്കിനെ നമുക്ക് 3 ലെയറായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം. കേക്ക് ലെയർ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 3 കേക്കിൻ്റെ സ്പോഞ്ചും ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് പ്ലെയിൻ ഷുഗർ സിറപ്പാണ്. പഞ്ചസാരയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതുപോലെ സോക്ക് ചെയ്തെടുത്താൽ മതി. വീഡിയോ കണ്ടിരിക്കുന്നവരോട് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് അതിന് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ക്രീമിലേക്ക് കടക്കാം. ഞാനിപ്പം 1.5 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മോഷനിലോ അതല്ല നമ്മൾ തൈര് കടയുന്ന മോഷനില്ലേ, ഈ ഒരു മോഷനിലോ നിങ്ങൾക്ക് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തണുത്ത ക്രീം ആവണം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മാക്ടോപ്പ് ക്രീമാണ്. അതിൽ ഓൾറെഡി പഞ്ചസാരയുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങളെ ക്രീമിൽ ഇപ്പം മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫിയോണയും സ്റ്റാർ വിപ്പ് റിച്ച് ഇതൊക്കെ നല്ല ക്രീമുകളാണ്. ഇങ്ങനെയുള്ള പീക്ക് വരുന്നത് വരെ വേണം നിങ്ങൾ ബീറ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യരുത്. ഇതുപോലെ ക്രീമിൽ പീക്കുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ കേക്ക് ബോർഡിൻ്റെ മേലെയാണോ പ്ലേറ്റിൻ്റെ മേലെയാണോ എന്തിൻ്റെ മേലെയാണോ കേക്ക് അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരന്ന കത്തി ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ അടുത്ത ലെയർ കേക്കിൻ്റെത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഒരു ലെയർ ക്രീം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെക്കുന്ന ലെയർ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ കേക്കിൻ്റെ അടിഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ടോപ്പ് കിട്ടും, ഒരേ ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഏത് സമയത്തും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിലും നമുക്ക് ക്രീം ഒന്ന് തേച്ചിട്ട് ലെവലാക്കിയിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് കേക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ ഫിനിഷിംഗ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഐസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു ക്രീം മുകൾ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിലായിട്ടും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് നീറ്റായിട്ടൊന്നും ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഡിസൈനിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നമ്മൾ കേക്കിൻ്റെ ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ക്രേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റിൻ്റെ പീസാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് ഐസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയും എളുപ്പമുള്ളൊരു സംഭവമാണ്. പിന്നെ നല്ല റിസൾട്ടുമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കേക്ക് ഐസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ടേൺ ടേബിൾ വീട്ടിൽ തന്നെ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഐസിങ് ഒന്ന് ലെവലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആദ്യം കേക്ക് സ്ലൈസ് ചെയ്ത സമയത്ത് മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് പീസ് ആക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ രീതിയിലാണ് പൊടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കാണാനായിട്ട്. ഇത് ഞാൻ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും കവർ ചെയ്യുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ എറിഞ്ഞിട്ട് സൈഡിലേക്ക് ആക്കുന്നതാണ്. അപ്പം നല്ല ഭംഗിയിലായിട്ട് കവറായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് കൂടുതൽ ഫൈനായിട്ടുള്ള പൗഡറുമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഫൈനായിട്ടുള്ള പൗഡറായിട്ട് കിട്ടും. പിന്നെ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പൾസ് മോഡിലിട്ടിട്ട് 2-3 തവണയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. എക്സസ് ആയിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിലിക്കൺ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അതിനെ ഒന്ന് വൈപ്പാക്കിയിട്ട് കളയാം. ബാക്കി ഉണ്ടായിരുന്ന ക്രീമിനെ ഞാൻ ഒരു ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ഒരു സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഉപയോഗിച്ചിട്ട് ഞാൻ കേക്കിൻ്റെ മേലെ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടമുള്ളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ ഇതൊരു വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ക്രീം ചീസിൻ്റെ ഐസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. മുന്നേ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിന് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ആ ഒരു ഐസിങ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ കേക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ കേക്കിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് ഉള്ളത്, ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.